Assalamu alaikum warahmatullahi wabarakatuh. After a whole lot of procrastination, finally ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുവാണ്. ഇൻഷാല്ലാ may Allah make it a good deed that benefit on the hereafter. ഇൻഷാല്ലാ. അപ്പം ആദ്യമായി ദീനിനെ പറ്റി സംസാരിക്കാൻ എടുക്കുമ്പോൾ ഞാൻ ചൂസ് ചെയ്ത വിഷയം എന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സീറയാണ് അല്ലേ. വാട്ട്സ് ബെറ്റർ ദാൻ സീറ ടു സ്റ്റാർട്ട് വിത്ത്. ഇപ്പോൾ സീറയെ പറ്റി അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രമാണ്. നമുക്കതിൽ സ്റ്റാർട്ടിങ്ങിൽ പറയാവുന്നതെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്ന ആ ഒരു കാലഘട്ടം നമ്മൾ ചെറുതിലേക്ക് കേട്ടിട്ടുള്ളതാണ്. ആനക്കലഹ വർഷം ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്ന ഒന്നാമത്തെ വർഷം എന്നുള്ളത്. അപ്പോൾ അതായത് ഇതിൽ അനക്കലഹ വർഷം എന്താണ് എന്നുള്ളതാണ്. പണ്ട് കാലങ്ങളിൽ ആൾക്കാർ വർഷം കണക്കാക്കിയിരുന്നു. ഇന്നത്തെ പോലെ ഇത്രാമത്തെ ആണ്ട് അങ്ങനെയല്ല, 2000 2020 അങ്ങനെയുള്ളൊരു രീതിയല്ല. അപ്പോൾ ഇന്ന സംഭവത്തിൽ നിന്ന് ഇത്ര ദിവസം എന്നുള്ളൊരു രീതിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്ന സമയത്ത് അവർ കണക്ക് കൂട്ടിയിരുന്നത് അനക്കലഹ വർഷത്തിൽ നിന്നായിരുന്നു. ഇപ്പം നമ്മൾ അതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയതിന് ശേഷം കൂട്ടുന്നതെന്ന് വെച്ചാൽ ഹിജ്റ പോയ മുതലുള്ള വർഷം, അങ്ങനെയാണ് ഇപ്പോൾ ഹിജ്റ വർഷം കൂട്ടുന്നത്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ രീതിയായിരുന്നു. അപ്പം ഈ ആനക്കലഹ വർഷം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആനക്കലഹം നടന്ന വർഷം. അതായത് യമനിലെ നജാഷി ഉണ്ടായി. നജാഷിയുടെ ഗവർണറായിരുന്നു അബ്രഹ. ഇപ്പം നജാഷി എന്ന് പറഞ്ഞാൽ ഒരു എംപററാണ്. യമൻ കുറേ പിടിച്ച് കീഴടക്കിയിട്ടുണ്ട് പുള്ളി. ഇപ്പം നജാഷിയുടെ ഗവർണറായിരുന്നു അബ്രഹ. ഇപ്പം അബ്രഹ കാണുവാണ് ഒരുപാട് ആൾക്കാർ എന്താണ് കൂട്ടമായിട്ട് മക്കയിലോട്ട് ഹജ്ജിന് പോകുന്നുണ്ട്. അപ്പം ഇയാൾക്ക് അത് കണ്ടപ്പോൾ ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവരെല്ലാവരും എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്, ഇവിടെ തന്നെ നിന്നൂടെ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ പുള്ളി വിചാരിച്ചു, ഞാൻ ഇവിടെ ഒരു ബിഗ്ഗസ്റ്റ് കത്തീഡ്രൽ പണിയും, അവിടേക്ക് എല്ലാവരും പറഞ്ഞാൽ ആരെയും മക്കയിലോട്ട് പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള അന്ന് വരെ ലോകം ഒന്നും കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരു ബിഗ്ഗസ്റ്റ് ഒരു ചർച്ച ഉണ്ടാക്കും. എന്നിട്ട് അവിടെ വന്ന് പ്രേ ചെയ്തോളൂ, ഇനി ആരും മക്കയിലേക്ക് പോകേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലിയൊരു ചർച്ച അവിടെ ഉണ്ടാക്കും. അപ്പം അതിനുശേഷവും ആൾക്കാർ അവിടേക്ക് പോകുന്നു. അറബികൾ പോയിട്ട് അവിടെ 1ഉം 2ഉം ഒക്കെ ചെയ്ത് വെച്ച് അങ്ങനെ ഈ ഒരു സംഭവത്തിൽ നിന്നാണ് ഈ ഒരു അനക്കലഹം ഉണ്ടാകുന്നത്. അതായത് ഇപ്പം ഇങ്ങനെ അറബികൾ ചെയ്യുമ്പോഴും ആരും അത് അബ്രഹത്തിന് മുകളിലേക്ക് എടുക്കാതെ എല്ലാവരും മക്കയിലേക്ക് തന്നെ പിന്നെയും പോകുന്നു എന്നുള്ള കാരണം കൊണ്ട് അബ്രഹത്തിന് ദേഷ്യം വന്നിട്ട് ആ ഒരു വൈരാഗ്യം തീർക്കാനായിട്ട് ഞാൻ ഈ മക്കാർക്കെതിരെ ഒരു യുദ്ധം ചെയ്യും, കഅബ പൊളിക്കും എന്നുള്ളൊരു ഉദ്ദേശത്തോടെ അബ്രഹ ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ അബ്രഹ ഇറങ്ങുന്നതാണ് ഈ ആനകളെയും കൂട്ടി. അതായത് ഒരു അബിസീനിയക്കാരാ. അപ്പോൾ അതായത് ആഫ്രിക്കൻ എലിഫൻസ് ഉണ്ട് അവർക്ക്. അപ്പോൾ അറേബ്യയിൽ അതായത് എലിഫൻസ് ഇല്ല. അപ്പോൾ അതായത് അറബികൾക്കൊന്നും ആനകൾ അവർ വലുതായിട്ട് കണ്ടിട്ടില്ല. നമ്മൾ ഇന്ത്യക്കും പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ പറയുവാണെങ്കിൽ ആഫ്രിക്കൻസിനൊക്കെ എലിഫൻസിനൊക്കെ വലിയ പരിചയമുണ്ട്. അറബികൾക്ക് അന്നും പരിചയമില്ല. അപ്പോൾ അവർ നോട്ട് സോ കോമൺ ആയിട്ടുള്ള ഒരു ആനിമലാണ്. അപ്പോൾ ഇവർ വാറിന് വേണ്ടി യൂസ് ചെയ്ത അവരുടെ എക്യുപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ എലിഫൻ്റാണ്. അപ്പം അതായത് ഈ 8 അല്ലെങ്കിൽ 20 എന്ന് പറയുന്നുണ്ട് ഒരു എലിഫൻസിൻ്റെ കണക്ക്. അതിൽ ഏറ്റവും ഫ്രണ്ടിൽ നിന്നത് ലീഡറായിട്ടുള്ള മഹ്മൂദ് എന്ന് പറയുന്ന ഒരു ആനയാണ്. അപ്പോൾ ഇവർ ഈ ഗ്രൂപ്പായിട്ട് ഈ ആനയും കൊണ്ട് 1000ഓളം ആൾക്കാരായിട്ട് കഅബ പൊളിക്കാൻ ഇറങ്ങുവാണ് അബ്രഹത്തിൻ്റെ നേതൃത്വത്തിൽ. അപ്പം ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് മക്കയിലാണെങ്കിൽ അബ്ദുൽ മുത്തലിബിൻ്റെ നേതൃത്വത്തിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർ കുറേശ്ശികളെല്ലാം ഓടി എവിടെയെന്ന് വെച്ചാൽ അവർ ജീവനം കൊണ്ട് ഓടി. അതായത് ഇത്രയും വലിയൊരു സൈന്യമാണ് വരുന്നത്. അപ്പം അബ്ദുൽ മുത്തലിബ് ഇതുപോലെ കഅബ കെട്ടിപ്പിടിച്ച് ദുആ ചെയ്ത്, അതായത് ഇത്രയും വലിയൊരു ആർമിയെ നമുക്ക് നേരിടാൻ ശക്തിയില്ല അള്ളാഹ് എന്ന് പറഞ്ഞ് അവരും മലമുകളിലേക്ക് പോവാണ്. അപ്പം ഈ സമയത്താണ് ഈ എലിഫൻസിന് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റില്ല. കഅബയുടെ ഡയറക്ഷനിലോട്ട് എലിഫൻസിനെ തിരിക്കുമ്പം എല്ലാം മുട്ടുകുത്തും. അതായത് ഫ്രണ്ടിലോട്ട് നടക്കുന്നില്ല. വേറെ ഏത് ഡയറക്ഷനിലോട്ടാക്കിയാലും അവർ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതായത് മൃഗങ്ങൾക്കറിയാം അള്ളാഹുവിൻ്റെ ഭവനമാണ്, നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഈ സമയത്താണ് ഖുർആനിൽ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നൊരു സൂക്തമുണ്ട്. അതായത് ഖുർആൻ 105, 3, 4, 5 ആയത്തുകൾ. അപ്പം അതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂറത്തുൽ ഫീലിലാണ്. അതിലാണ് ഈ സംഭവം പറയുന്നത്. അതായത് അള്ളാഹു അബാബിൽ പക്ഷികളെ കൊണ്ടുവന്നിട്ട് നരകത്തിൽ നിന്നുള്ള ജഹന്നത്തിൽ നിന്നുള്ള കല്ലുകൾ കൊണ്ട് ഇവരുടെ തലയിലേക്ക് എറിയപ്പെട്ടു എന്നാണ്. അപ്പോൾ ഓരോ സ്റ്റോൺസും ഇവിടെ ഓരോ ആൾക്കാരുടെ തലയിലേക്ക് വീഴുന്ന അവർ ഒരു ഈറ്റൻ സ്ട്രോ എന്നാണ് ഖുർആനിൽ ഉപയോഗിച്ചത്. അപ്പം അതുപോലെ
ഇല്ലാതായി ആ ആൾക്കാർ. അബ്രഹത്തിനും വേസ്റ്റ് ഫൈറ്റ് ആയിരുന്നു. വളരെ മരണാസന്നനായിട്ട് തിരിച്ച് യമനിലേക്ക് കൊണ്ടുപോവാണ് അബ്രഹയെ. അപ്പം ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ തിരിച്ച് യമനിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ അബ്രഹ മരിക്കുവാണ്, അവിടെ തന്നെ കബറടക്കം ചെയ്യപ്പെടുവാണ്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടായി. ഈ സംഭവമാണ് ആനക്കലഹം എന്ന് പറയുന്നത്. അതായത് ഇത്രയും വലിയൊരു ആനപ്പടയെ അള്ളാഹു ശിക്ഷ കൊടുത്തില്ലാതാക്കിയ ദിവസം. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് ഒരു സൈഡിൽ പേഗൻസും ഒരു സൈഡിൽ ക്രിസ്ത്യൻസുമാണ്. അപ്പം രണ്ടുപേർക്കും കഅബ പിടിച്ചടക്കാനും ഡിഫെൻഡ് ചെയ്യാനും പറ്റിയില്ല. അള്ളാഹു ഡയറക്റ്റ് കഅബയെ സംരക്ഷിച്ചു എന്നാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ സമയത്താണ് ആമിന അവിടെ പ്രഗ്നൻ്റ് ആണ് വിത്ത് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയുടെ ഉദരത്തിലുണ്ടായിരുന്ന സമയമാണ്. അപ്പം കഅബയിൽ ടെക്നിക്കൽ പറയുകയാണെങ്കിൽ മക്കയിലുണ്ട്. അപ്പം ഇതിന് ഒരു 50 വർഷം ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതെന്നാണ് പറയപ്പെടുന്നത്, അതായത് 1-ാം വർഷത്തിൽ. അപ്പം ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അവിടെ സംരക്ഷിക്കുകയാണ്, കഅബയെ സംരക്ഷിക്കുകയാണ്, മക്കയെ സംരക്ഷിക്കുകയാണ് ഇന്ന ഒരു പടയിൽ നിന്ന്. ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് തിരിച്ചു വന്നിട്ട് ഇബ്രാഹിം നബിയുടെ ആ ഒരു പള്ളി വീണ്ടും പുനർപണിയിച്ചിട്ട് ആ ഒരു ഗ്ലോറിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് കഅബയെ.